നമ്മൾ പറയാൻ പോകുന്നത് വീടിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചാണ്. എല്ലാ എക്സ്പോസ്ഡ് സീലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് എന്താണോ അതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിച്ചിരുന്ന ടേബിൾ ടോപ്പിനെ കുറിച്ചാണ് പലരും ചോദിച്ചിട്ടുണ്ട്. ഇത് ടൈല് പൊട്ടുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷം രൂപക്കുള്ളിൽ നമുക്ക് ബെൽറ്റ് ഉൾപ്പെടെയാണ് ചാർജ് ആയിട്ടുള്ളത്. 1ാം നില ആകുമ്പോൾ 6 ലക്ഷം രൂപ നമുക്ക് കോസ്റ്റ് വന്നു. പ്രധാനമായിട്ടുള്ള ചോദ്യം, ഇൻറ്റീരിയർ വർക്കിന് എത്ര രൂപ ചിലവായി എന്നുള്ളത്. ഈ ഒരു സംഭവത്തിന് പ്രൈസ് നമുക്ക് 400 രൂപയുണ്ട്, 500 ഉണ്ട്, 600 ഉണ്ട്, പല പല കമ്പനികളിലാട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എനിക്ക് തോന്നുന്നു 12 ലക്ഷം രൂപയേ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിർമ്മിക്കാൻ. പലരും ചോദിച്ച കാര്യമാണ് നമ്മൾ ഇത് സ്ലാബ് വാർത്തതാണോന്നോ. ഇലക്ട്രിക്കലിന് നമുക്ക് ഏകദേശം 70,000 രൂപ ലേബറായിട്ടേ ഉള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അനുസരണയോട് കൂടി വീട്ടിൽ ചെയ്യുന്ന ഒരാളാണ് ഈ കാണുന്നത്. ഫെറോ സിമെൻറ്റിൻ്റെ ഗുണങ്ങൾ നമ്മൾ പലതും പറഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്, പുറത്തുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കൂലി എന്ന് വെച്ചാൽ നമുക്ക് 1,10,000 രൂപ ആണ്. ഹലോ ഫ്രണ്ട്സ്, വീട് പണിയൊക്കെ കഴിഞ്ഞ് 3-4 മാസമായിട്ട് ആ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് നിങ്ങളെല്ലാവരും നേരിടുന്ന പോലെ ചോദ്യങ്ങൾ വന്നത്. എത്ര രൂപ കോസ്റ്റായി, എന്തെല്ലാം ചെയ്തു, അതിനെത്രയായി, ഇതിനെത്രയായി, ഇത് ചെയ്തപ്പോൾ എന്ത് ശ്രദ്ധിച്ചു, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമ്മൾ പല വീഡിയോകളിലായി ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ വീടിന് വന്ന ബഡ്ജറ്റ് അത് എത്ര രൂപയായി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീടിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയേണ്ടതെന്ന് അറിയാം. എന്നാലും ബഡ്ജറ്റിനും അപ്പുറം ഒരുപാട് ആൾക്കാർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സീലിംഗ്. നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഇൻറ്റീരിയറിന് സീലിംഗ് അത്ര മാച്ച് ആണെന്ന് പലരും ചോദിക്കാറുണ്ട്. സീലിംഗ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കൺസെപ്റ്റുകൾ വരികയാണ്, നമ്മൾ പരീക്ഷിക്കുകയാണ്. അത് നമ്മൾ ഇൻറ്റീരിയറിന് എത്രത്തോളം മാച്ച് ചെയ്യിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എക്സ്പോസ്ഡ് സീലിംഗ് കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. എക്സ്പോസ്ഡ് സീലിംഗ് കൺസെപ്റ്റ് പറഞ്ഞാൽ എന്താണോ ആക്ച്വലി ആ സർഫേസിലുള്ളത് അതിനെ മാക്സിമം നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എക്സ്പോസിങ്. ഇത് നമ്മൾ പല ഏരിയകളിൽ ഡിസൈനേഴ്സ്, ആർക്കിടെക്ട്സ് ഉപയോഗിക്കുന്നതാണ്. വാളിലാണെങ്കിലും ഫ്ലോറിലാണെങ്കിലും അതല്ലെങ്കിൽ സീലിങ്ങിലാണെങ്കിലും. ഈ ഒരു ടൈപ്പ് സീലിംഗ് എന്ന് വെച്ചാൽ അത് പുതിയതായ ട്രെൻഡാണെന്ന് ചോദിച്ചാൽ മുമ്പൊക്കെ പല വീടുകളല്ലാത്ത ഏരിയകളിലൊക്കെ കൊമേഴ്ഷ്യലിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഐഡിയ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ സീലിങ്ങിൽ എന്താ ഇത്ര ഡാർക്ക് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എക്സ്പോസ്ഡ് സീലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് എന്താണോ അതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ സാധാരണ രീതിയിലുള്ള എക്സ്പോസിങ്ങിന് ആ കോൺക്രീറ്റിനെ ഡയറക്റ്റ് കാണുമ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ എഡ്ജുകൾ മാർക്കാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഈ എഡ്ജുകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അതിന് താഴെ നമ്മുടെ സാധാരണ മെറ്റൽ ഷീറ്റിന് മേലെ നല്ല നൈസായിട്ടുള്ള ഷീറ്റുകൾ, പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള സർഫേസ് കിട്ടും. പക്ഷേ ഇത് ചെയ്യുമ്പോഴും കോൺക്രീറ്റ് ചെയ്യുന്ന ആളുകളുടെ മാക്സിമം സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഫിനിഷ് കിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ രീതിയിലും അതിനപ്പുറം വലിയ ഷീറ്റുകൾ കൊടുത്ത് നമുക്ക് 8x4 അല്ലെങ്കിൽ 6x4 പ്ലൈ ഒക്കെ യൂസ് ചെയ്തിട്ടും വലിയ റെക്റ്റാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ എക്സ്പോസ്ഡ് സീലിങ്ങിന് ഏത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. അത് വെറുതെ നമുക്ക് പൈസ ലാഭിക്കാനുള്ള ഒരു ഐഡിയ അല്ല, അതൊരു കൺസെപ്റ്റാണ്. നമ്മളെ എക്സ്പോസ്ഡ് സീലിങ്ങിൽ ഒന്നുകൂടെ ഡാർക്ക് ആവണം. കാരണം ഇതിനകത്ത് പോളിഷ് ചെയ്യും. നമ്മൾ വെറുതെ എക്സ്പോസ് സീലിങ്ങിന് അങ്ങനെ ഇടാൻ പാടില്ല. അതിനൊരു കവർ കോട്ടിങ് കൊടുത്തിട്ടില്ലെങ്കിൽ ചെറിയ രീതിയിൽ സിമെൻറ്റ് പൊളിഞ്ഞ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതല്ലാതെ മുഴുവനായിട്ട് അടർന്നു വീഴുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ ഒരു കളറ് വരാനുള്ള കാരണം നമ്മൾ കൊടുത്ത പോളിഷിൽ നമ്മൾ ക്ലിയർ പോളിഷാണ്, അതിനകത്ത് കുറച്ച് ഡാർക്ക് ആഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന കോസ്റ്റ്, അതിൻ്റെ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ അതിൽ വരുന്ന പോളിഷിൻ്റെയും അതിൻ്റെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വന്ന ലേബർ വർക്കുമാണ്. എക്സ്പോസ്ഡ് സീലിംഗ് നമ്മൾ ഒരിക്കലും കുറേ ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ കുറേ മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോകും, നാച്ചുറാലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ വുഡൻ പലകകളൊക്കെ കൊടുത്തിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അത്ര ഭംഗിയിലാവില്ല, കളർ വേരിയേഷൻസ് വരും. അപ്പോൾ മെറ്റൽ കൊണ്ടുള്ള ഷീറ്റുകൾ തന്നെ മാക്സിമം ഏരിയ കവർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരേപോലുള്ള പാറ്റേൺ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ വരുന്നത് ആളുകൾ നാച്ചുറൽ ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ്, വാഴയുടെ ഇല അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇലയൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുന്ന ഐഡിയകളും വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പലർക്കും ജിപ്സം സീലിംഗ് ഒക്കെ ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. ക്യാഷിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ജിപ്സം ചെയ്യാം അതിനകത്ത്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് പുതിയ ലേറ്റസ്റ്റ് വന്നതാണ്. അത് മാക്സിമം കുറച്ചധികം ലാസ്റ്റ് ചെയ്യും തന്നെയാണ് വിചാരിക്കുന്നത്. ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺസേൺ ഇതിൻ്റെ ഷാർപ്പണായിട്ടുള്ള എഡ്ജുകളാണ്. നമ്മൾ ഈ കാണുന്ന എഡ്ജാണെങ്കിലും ഇപ്പോൾ ഈ TV യൂണിറ്റിൻ്റെ ഈ ഒരു കോർണറുകളാണെങ്കിലൊക്കെ പലരും നടക്കുമ്പോൾ ഇങ്ങനെ ഹിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ അറിയാതെ തിരിയുമ്പോൾ ഹിറ്റ് ചെയ്യാനും
കോർണറിൽ ഇടിക്കാനും ഇതൊക്കെ ഒരു പ്രശ്നം പലരും പറയാറുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു പാസേജ് ആയതുകൊണ്ട് നമുക്ക് അതിന് വല്ല സൊല്യൂഷൻ ഉണ്ടോയെന്ന്. സൊല്യൂഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാ, നമ്മൾ റീലായിട്ട് ചെയ്തിരുന്നു. ഈ കോർണറിൽ ഇതാ ഇതുപോലുള്ള സിലിക്കൺ ആയിട്ടുള്ള കോർണർ എഡ്ജ് സോഫ്റ്റ് ചെയ്യാനുള്ള ഓരോ ഐഡിയാസാണ്. ഇത് ചെയ്യാൻ മാത്രമേ നമുക്ക് ഇതിലൊരു ഓപ്ഷൻ ഉള്ളൂ. കാരണം കോർണർ അല്ലെങ്കിൽ പിന്നെ റൗണ്ട് ചെയ്തെടുക്കണം, അപ്പോൾ കോസ്റ്റ് കൂടും. നമ്മൾ കോസ്റ്റ് കൂടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പോൾ എഡ്ജ് വരുന്ന ഏരിയകൾ ഇതുപോലെ കട്ടിലിൻ്റെ കോർണർ ഷാർപ്പൺ ആയിട്ടുള്ള ഏരിയ, പിന്നെ ടാബിളുകൾ, ഇതിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു ചോദ്യം ടൈലിനെ കുറിച്ചാണ്. ഏത് ടൈലാണ് നിങ്ങൾ ഉപയോഗിച്ചത് എന്നാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 6x4 ടൈൽ എന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു ടൈലും പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള എൻഡ്ലെസ് ക്രേമ എന്നുള്ള ഒരു ടൈലാണ്. ഇത് സെനാറ്റ ബ്രൗൺ എന്നുള്ള പാറ്റേണിൽ വരുന്നതാണ്. ഈ ഒരു പേരുകൾ നമ്മൾ പേരിൽ മാത്രമാണ് കാര്യം, അത് പല ബ്രാൻഡുകളിലും വരുന്നുണ്ട്. നമ്മൾ വാങ്ങിയ ബ്രാൻഡ് അല്ലാതെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ABC ചെയ്ത് അവിടെ വന്നപ്പോൾ അവിടെ വേറെ ബ്രാൻഡിൽ ഇതേ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നിങ്ങൾ ഇതുപോലെ 6x4 എടുക്കുകയാണെങ്കിൽ ഒരേ പാറ്റേൺ ഒരേപോലെ എടുക്കുമ്പോൾ എൻഡ്ലെസ് ആയിട്ടുള്ള മോഡലുകൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. നമ്മൾ ഉപയോഗിച്ചിരുന്ന കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ ടേബിൾ ടോപ്പിനെ കുറിച്ചാണ് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ എങ്ങനെ ടൈലിട്ടു, അത് കോസ്റ്റ്ലി ആണോ എന്നൊക്കെ. നമ്മൾ ഈ ടൈലിന് 2000 രൂപക്ക് ഉള്ളിലിട്ടേ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, ലേബർ കോസ്റ്റ് വരുന്നുണ്ട്. കാരണം 6x4 ടൈലാണ്, 6 അടി ഓക്കെ, നീളം ഓക്കെയാണ് ഈ ഒരു സൈസിന്. 4 അടി വരില്ല, നമ്മൾ 3.5 വരുള്ളൂ. ഇത്ര കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ വന്നപ്പോൾ. ഇത് സ്ക്രാച്ച് പിടിച്ചിട്ടുണ്ടോ എന്നാണ് പലരും ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് സ്ക്രാച്ച് ഇല്ല, അതുപോലെ തന്നെ വേറെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഇതിനകത്ത് ഒട്ടിച്ചിട്ട് പോലുമില്ല, ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. പക്ഷേ എയർ ടൈറ്റിൽ നിൽക്കുകയാണ്, മൂവ് ആവുന്നൊന്നുമില്ല. പിന്നെ ഇത് പൊട്ടിയിട്ടുണ്ടോ, ഇതിൻ്റെ മേലെ കയറിയാൽ പൊട്ടുമോ എന്നുള്ളത് കുട്ടികൾ കയറാറുണ്ട്, ഇരിക്കാറുണ്ട്. അതിലൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടൂല കേട്ടോ. കാരണം ഇത് ബെൻഡബിളാണ്, ചെറിയ ചെറിയ ഏരിയകളൊന്നും അങ്ങനെ താഴ്ന്നു പോവില്ല. പിന്നെ അടിയിൽ ഇതിൻ്റെ താഴെ നമ്മളൊരു പ്ലൈ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു കംപ്ലൈൻറ്റ് ഇതിനകത്ത് വന്നിട്ടില്ല, അങ്ങനെ പെട്ടെന്ന് പൊട്ടുകയില്ല. അപ്പോൾ ടൈല് പൊട്ടുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേടിയില്ല. ആദ്യമൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പിന്നെ അത് ടെസ്റ്റ് ചെയ്ത് തന്നെ വിജയിക്കുമോ നോക്കിയതാണ്. അപ്പോൾ ഇതുപോലുള്ള കോസ്റ്റ് കുറച്ച് ചെയ്യാവുന്ന ഐഡിയകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്ത് പറയാവുന്ന ഫാൻസി ലൈറ്റിൻ്റെ ഇത് ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ അത് വെറും ഫാൻസി ആകുമോ എന്നുള്ളത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ബൾബുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് റിമൂവബിൾ ആണ്. ഈ ബോളുകൾ നമുക്ക് റിമൂവ് ചെയ്യാം, അതേപോലെ ബൾബ് ചേഞ്ച് ചെയ്യാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലാതെ ചില ഫാൻസി ലൈറ്റുകളുണ്ട്, നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് ഫ്യൂസ് ആയിക്കഴിഞ്ഞാൽ അത് അവിടെ ഒരു അഭംഗിയായിട്ട് നിൽക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. സാധാരണ ഒരു വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എത്ര വലിയ വീടാണോ അത്രയും അത് വീടുണ്ടാക്കി കഴിയുമ്പോഴാണ് ഇത്രയും ഏരിയ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. നമ്മുടെ വീട് 1300 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത്. അപ്പോൾ അതൊരു വലിയ സൈസ് അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും കേട്ടോ. പക്ഷേ അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കടമ്പ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ക്ലീനിങ്ങിന് സഹായത്തിന് MIൻ്റെ ഒരു റോബോയെ കൂടി കൂട്ടി വൈഫിനെ മാത്രം ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആളാണ് നമ്മളെ സഹായിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ആളെ നമ്മൾ പരിചയപ്പെടുത്താനിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫങ്ഷൻസ് വളരെ എളുപ്പമാണ്. നമ്മളിത് ഓണാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ എഡ്ജുകളൊന്നും പ്രശ്നമില്ല. നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ പുറത്തേക്ക് പോകുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പോകുന്നില്ല. നമ്മൾ പറഞ്ഞത് കേൾക്കുന്ന ഒരു എന്താ പറയുക, കറക്റ്റായിട്ടുള്ള ഒരു വേലക്കാരൻ തന്നെയാണ് MIൻ്റെ ഈ ഒരു റോബോ. ക്ലീനിങ് ആൻഡ് മോപ്പിംഗ് ഇത് രണ്ടുമാണ് അതുകൊണ്ടുള്ള ഒരു ഉപയോഗം. നമ്മൾ സാധാരണ വെറുതെ പൊടി ഡസ്റ്റ് വലിച്ചെടുക്കുക മാത്രമല്ല, ഒരു വാക്വം ക്ലീനറിൻ്റെ ഫംഗ്ഷനും നടക്കും, അതുപോലെ മോപ്പിങ്ങിൻ്റെ ഫംഗ്ഷനും ഇത് നടക്കും. നമ്മളിപ്പോൾ ഇതിലേക്ക് ഈ ഒരു ടേബിൾ ആണെങ്കിൽ കൂടി നമുക്ക് ഇതിൻ്റെ എഡ്ജിൽ നിന്ന് ഇത് താഴേക്ക് മറിഞ്ഞു വീഴോ എന്നുള്ളൊരു പേടി ഉണ്ടല്ലോ, ആ പേടി ഇതിൽ പേടിക്കേണ്ട. നമുക്ക് സാധാരണ ഇത് സെൻസർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ ഏരിയകളും കറക്റ്റായിട്ട് സെൻസർ ചെയ്ത് അവിടെയുള്ള ഡസ്റ്റിനെ ക്ലീൻ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഏരിയകൾ. പിന്നെ ഈ ഫ്ലോറാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ചെയർ ഉണ്ടെങ്കിൽ കൂടി അതിന് ചുറ്റും മാത്രം ക്ലീൻ ചെയ്ത് പോകും, അതായത് ഈ ലെഗിൻ്റെ ചുറ്റും ചെയ്ത് പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അനുസരണയോട് കൂടി വീട്ടിൽ ചെയ്യുന്ന ഒരാളാണ് ഈ കാണുന്നത്. ഡോറിനെ കുറിച്ച് ചോദിച്ചിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഹവായുടെ സ്റ്റീൽ ഡോറാണ്. പക്ഷേ നമ്മൾ ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആർക്കിട്രേവ് സിമെൻറ്റിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റിസൾട്ടുകൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ സിമെൻറ്റിൻ്റെ ഡോറിന് അത്ര ആപ്റ്റല്ല എന്നുള്ള റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സിമെൻറ്റിൻ്റെ കട്ടിലകൾ കഴിയുന്നതും വിൻഡോകൾക്ക് ഓക്കെ അത് ആപ്റ്റാണ്, അല്ലെങ്കിൽ അത് അധികം ഓപ്പൺ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം.
കുറച്ച് പേര് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഫോൾഡബിൾ ടേബിളിൻ്റെ കാര്യം. ഫോൾഡബിൾ ടേബിളിൽ എത്രത്തോളം വെയിറ്റ് താങ്ങും. ഇത് ഫോൾഡബിൾ ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൾഡിങ് ബ്രാക്കറ്റിലാട്ടോ നിൽക്കുന്നത്. ഇതിനകത്ത് 40 കിലോ വരെ താങ്ങുന്ന മോഡലാണ് നമ്മൾ കൊടുത്തത്. 40 ഉണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്, പല രീതിയിൽ സെറ്റ് ചെയ്യാം. ഇത് ഫോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഇതിൻ്റെ പ്രൈസ്, ഈ ഒരു സംഭവത്തിന് പ്രൈസ് നമുക്ക് 400 രൂപയുണ്ട്, 500 ഉണ്ട്, 600 ഉണ്ട്, പല പല കമ്പനികളിലാട്ടോ വരുന്നത്. കാരണം പല ബ്രാൻഡിനും പല റേറ്റാണ്. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ വെക്കാം. പിന്നെ ഇവിടെ വോള് നന്നായിട്ട് ഗ്രിപ്പിൽ പിടിപ്പിച്ചാൽ മാത്രമേ ആ വെയിറ്റ് എത്രത്തോളം താങ്ങാൻ പറ്റുള്ളൂ. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വെയിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് 50 കിലോ ഒക്കെ കൂളായിട്ട് താങ്ങും. അത്ര പെട്ടെന്നൊന്നും പൊളിഞ്ഞ് വീഴില്ല. കുട്ടികളൊക്കെ അതിലിരുന്ന് ഇവിടെ പഠിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയ ഒരു സ്റ്റഡി ഏരിയ കൂടി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പലരും ചോദിച്ച കാര്യമാണ് നമ്മൾ ഇത് സ്ലാബ് വാർത്തതാണോന്നോ, വാർപ്പാണോ അതോ സിമെൻറ്റ് ബോർഡിൽ ചെയ്തതാണോ, ഇത് WPCയിലാണോ ചെയ്തത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു നമ്മൾ ഇവിടെയൊക്കെ ഫെറോ സിമെൻ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫെറോ സിമെൻറ്റ് സ്ലാബ് ആണോ ചോദിച്ചാൽ ഇത് ഫെറോ അല്ല. ഇത് വരുന്നത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത എന്താ പറയുക, കോൺക്രീറ്റിൽ വന്ന സ്ലാബിനെയാണ് നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കണ്ടല്ലോ ഇതിൻ്റെ തിക്നെസ്. പക്ഷേ നമ്മൾ ഇൻറ്റീരിയറിൻ്റെ വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പാനലിനെ മാക്സിമം ഹൈറ്റ് കൂട്ടിയിട്ട് എടുത്തു. അതാണ് അത് അങ്ങനെ ഒരു ഫീല് വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെയിറ്റ് താങ്ങുമെന്ന് ചോദിച്ചാൽ ഇത് കോൺക്രീറ്റ് അല്ലേ, എന്തായാലും താങ്ങണ്ടേ. കോൺക്രീറ്റ് അല്ലാത്ത മോഡുലാർ കിച്ചൺ തന്നെ വെയിറ്റ് താങ്ങുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് 2 ചോദ്യമാണ് നിങ്ങളെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഒന്ന്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് സാധാരണ മൈക്കയല്ല, PVC ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് PVC മൈക്ക എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ എഡ്ജിലേക്ക് വന്നു. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഡ്ജ് കണ്ടില്ലേ, ഇത് കട്ടിങ് ഇല്ലാതെ നേരെ മടക്കി ഒട്ടിച്ചതാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു എഡ്ജ് പൊളിഞ്ഞു പോരുക എന്നുള്ള പ്രശ്നം വരില്ല. അത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ എഡ്ജുകളൊക്കെ അത്രക്ക് സ്മൂത്തായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് PVC മൈക്ക. ഓക്കെ, റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ മൈക്കയേക്കാൾ ഡബിളായിരിക്കും. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫെറോ സിമെൻറ്റ്. ഓക്കെ, ഫെറോ സിമെൻറ്റിൻ്റെ ഗുണങ്ങൾ നമ്മൾ പലതും പറഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പലരും പറഞ്ഞ് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഇതുപോലുള്ള ഹിഞ്ചസും അതുപോലെ ഹൈഡ്രോളിക്കൊക്കെ പിടിപ്പിക്കാൻ ചിലപ്പോൾ ഫെറോ സിമെൻറ്റിൽ പിടിപ്പിക്കുക എന്നുള്ളത് ഒരു കോംപ്ലിക്കേഷൻ വരാറുണ്ട്. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു WPC, നമ്മൾ WPC ആണ് ഉപയോഗിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ ഫെറോ സിമെൻറ്റ് ഡാമേജ് ആവാതെ നമുക്കത് കൈകാര്യം ചെയ്യാം. എന്നാലും ഫെറോ സിമെൻറ്റിൽ നമുക്ക് കോസ്റ്റ് ഒരുപാട് കുറയുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള അഡീഷണൽ വർക്കുകൾ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കാം, ഫെറോ സിമെൻറ്റിന് ഇവിടെ പാർട്ടീഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഫെറോ സിമെൻറ്റിൻ്റെ വർക്ക് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ഉടനെയാണ് ചെയ്യുക. ആ ഒരു സമയത്ത് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവില്ല മിക്ക ആളുകൾക്കും. അങ്ങനെ വരുന്ന പാർട്ടീഷനാണ് ഇത്. അതുപോലെ ഇതിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ അൺസൈസ് ആയിരിക്കും അവിടെ സൈസുകൾ. അതായത് നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ആക്സസറി വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും അതിന് മാച്ച് ആവുന്ന സൈസ് കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ പല സ്ഥലത്തും കോംപ്ലിക്കേഷൻ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് വലിയൊരു ഡ്രോവറാണ്. ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന സൈസിൽ നമുക്ക് ഒരു ഫെറോ സിമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ആക്സസറി ഒരു ബ്രാൻഡിൽ നമുക്ക് കിട്ടില്ല. അതുപോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളിത് വർക്ക് ഏരിയ കിച്ചനാണ്, ഇവിടെ ഇത് ഉപയോഗിച്ചിട്ടുള്ളേ ഇത്ര ഏരിയ ഇവിടെ എക്സ്ട്രാ വന്നു. അപ്പോൾ ഇത് നമുക്കൊരു പാർട്ടീഷനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ഫെറോ സിമെൻറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വാൾപേപ്പറുകൾ നമ്മൾ ഇൻറ്റീരിയർ ഉപയോഗിക്കുക നല്ലതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് ഉപയോഗിക്കുമ്പോൾ വെറ്റായിട്ടുള്ള ഏരിയകൾ വരരുത്. ഇവിടെ നമ്മൾ കൊടുത്ത് കാണില്ലേ, നല്ലൊരു വാൾപേപ്പറാണ്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അത് കൊടുത്ത ഏരിയ നല്ല ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തതാണ്. പിന്നെ ചില ആളുകൾ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന സോഫ മാറിയിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇട്ടിരുന്ന സോഫ മാറ്റി ഇപ്പോൾ ഒരു L ഷേപ്പിലേക്ക് മാറ്റിയിരിക്കുക കേട്ടോ. അന്ന് അത്ര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യില്ല ആ ഒരു മോഡൽ. അതിൽ സ്പ്രിങ്ങും ബാക്ക് റെസ്റ്റ് ഹൈ റെക്രോണൊക്കെ ആയിരുന്നു. നമുക്ക് അത്ര വേണമെന്ന് തോന്നിയില്ല. പിന്നെ ഈ സ്പേസിന് കുറച്ചും കൂടെ ആപ്റ്റ് ഈ ഒരു കളറാണ്. ഈ ഒരു കളറ് മാത്രമല്ല, നമ്മളെ ഇൻറ്റീരിയറിൻ്റെ മൊത്തം സ്കീം ഇതാണ്. പിന്നെ ഈ ഒരു ഏരിയയിലുള്ള TV ഇവിടെയാണല്ലോ വരുന്നത്. അപ്പോൾ അതിലേക്കും കൂടെ ഒക്കെ മാച്ച് ചെയ്ത് മാക്സിമം കപ്പാസിറ്റി നമ്മൾ കൂട്ടിയതാണ്. അപ്പോൾ ഈ TV ഇവിടെ കൊടുത്ത് കാര്യത്തിൽ വേറെ കുറേ സംശയങ്ങൾ ചോദിച്ചിരുന്നു. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ TV ഏരിയ കൊടുത്തിരുന്നല്ലോ, പക്ഷേ TV ഇവിടെയാണ് വരുന്നത്, റൊട്ടേറ്റിംഗ് TV. നമുക്ക് 2 സൈഡിൽ നിന്നും ഇങ്ങനെ കാണാവുന്ന രീതിയിൽ. പക്ഷേ എന്തുകൊണ്ട് അവിടെ TV ഏരിയ കൊടുത്തു എന്നുള്ളതല്ലേ, അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം.
ഇതാണ് നമ്മൾ ടി വി ഏരിയ. ആക്ച്വലി ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത് കേട്ടോ. ഈ കാണുന്ന വലിയ ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ്. ഇതിൽ ഫെറോ സിമെൻറ്റ് വരുന്നുണ്ട്, WPC വരുന്നുണ്ട്, അതേപോലെ പാനൽ WPC ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ ടി വി മൾട്ടിപർപ്പസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ടി വി നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, നല്ലൊരു സിറ്റിംഗ് ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ടി വി കൊടുക്കാതിരിക്കാൻ കാരണം നമുക്കറിയാം കിഡ്സിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ ഉപയോഗവും അതുപോലെ ടി വി യൂസേജ് ഒക്കെ കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൺമുന്നിൽ തന്നെ അവരുണ്ടാവണം എന്നുള്ള നിലക്കാണ് താഴെ ടി വി കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്ത മൾട്ടിപർപ്പസ് കാണില്ല. ഇതിനകത്ത് മൊത്തം വരഞ്ഞതിൻ്റെ അടയാളം കാണാം. അത്ര വെറ്റ് ക്ലീൻ അല്ല. ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റഡി ഏരിയ കൂടി ആയിട്ട് ഉപയോഗിക്കുകയാണ്, അതുപോലെ മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഇനി നമുക്കറിയാം കൊറോണ വന്നു, അതുപോലെ പല പല അസുഖങ്ങൾ വന്നു. ഈ ഒരു സമയത്തൊക്കെ ആളുകൾക്കുള്ള ആശങ്ക, നമുക്ക് കുട്ടികളെ വീട്ടിലിരുന്ന് പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പുതുതായി ഉണ്ടാക്കുന്ന വീടുകളിലും ഓഫീസുകളിലൊക്കെ ഇതുപോലുള്ള ഒരു സൗകര്യം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ആ ഒരു ഐഡിയ കൂടെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് ഒരു ടി വി ഏരിയ മാത്രമല്ല, ഇത് നമുക്ക് കുട്ടികൾക്ക് ടീച്ച് ചെയ്യാനുള്ള ഒരു ബോർഡും അതുപോലെ സിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം, ഒരു വെർച്വൽ ക്ലാസ് റൂം തന്നെ സെറ്റ് ചെയ്യാനുള്ള പാകത്തിനാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ള വലിയൊരു വാർഡ്രോബാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ കൊടുത്ത വാർഡ്രോബ് WPCയിലാണ് ചെയ്തിട്ടുള്ളത്. ബേസിക് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ഫെറോ സിമെൻറ്റിലാണ്. അപ്പോൾ ഫെറോ സിമെൻറ്റിൽ വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചു. ആ ഒരു പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് ഉണ്ടാകുന്ന മറ്റൊരു ആശങ്ക, നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഇതുപോലുള്ള വെയിറ്റുള്ള ഡോറുകൾ വരുമ്പോൾ അത് ഹിറ്റ് ചെയ്തിട്ട് സൈഡിലേക്ക് നല്ല സ്പ്രിങ്, നല്ല ഒരു ചാനൽ കൊടുത്തിട്ടില്ലെങ്കിലൊക്കെ ഹിറ്റ് ചെയ്തിട്ട് ഈ ഫെറോ സിമെൻറ്റിൽ ബ്രേക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം. അതുകൊണ്ട് ഇതിൻ്റെ ക്ലിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഡാമേജ് ആവാൻ നോക്കാം. പിന്നെ മറ്റൊരു ആശങ്ക ഉണ്ടായിരുന്നത് ഇതിന് ബെൻഡ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. WPC ആണെങ്കിലും മൾട്ടിവുഡ് എന്ന് പറഞ്ഞ PVC ആണെങ്കിലും പ്ലൈവുഡ് ആണെങ്കിലൊക്കെ ഹൈ ലെങ്ത്തിൽ അല്ലെങ്കിൽ നീളം കൂടുമ്പോൾ ബെൻഡാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബെൻഡ് വരാതിരിക്കാൻ നമ്മൾ 1-2 ഐഡിയകളൊക്കെ ചെയ്തിരുന്നു. കാണാത്ത ആളുകൾ മറ്റ് വീഡിയോകളിൽ കാണാം. വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പല ഏരിയകളും കാണിക്കാത്തത് പോലും. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ചോദ്യം വന്ന ഏരിയയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മെറ്റലായിട്ടുള്ള ഇരുമ്പ് കൊണ്ടുള്ള പൈപ്പ് കൊടുത്തത് കൊണ്ടാണ് ഇത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. സ്ട്രൈറ്റ്നറുകൾ വാങ്ങാൻ കിട്ടും. നമ്മൾ ഒന്നും കൂടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പൈപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഇതുവരെ ബെൻഡായിട്ടില്ല, ഇനി ബെൻഡാകില്ല എന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ട്. ചില ആളുകൾ ചോദിച്ചിരുന്നു, നമ്മുടെ വുഡിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ തേക്ക് വുഡിലാണല്ലോ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഈ ലാൻഡിങ്ങിലും അതേ വുഡ് തന്നെയാണോ കൊടുത്തിട്ടുള്ളത്? ആക്ച്വലി ചെറിയ വേരിയേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുള്ള യാഥാർത്ഥ്യം, ഈ ലാൻഡിങ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തതായിരുന്നു. അതിൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം മാച്ച് ചെയ്യുന്ന ഒരു കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ കളർ മാച്ച് ചെയ്യാന്ന് വെച്ചാൽ ടൈൽ നിങ്ങൾ കയ്യിനോ ആദ്യം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വുഡിന് കുറച്ച് ഡാർക്കൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോളിഷിൽ കൊണ്ടുവന്നാലും മാക്സിമം ആ ഒരു കളറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എക്സ്റ്റീരിയർ ക്ലാഡിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലാറ്ററൈറ്റ് സ്റ്റോൺ ടൈലാണ്, ചെങ്കല്ല് കൊണ്ടുള്ള ടൈല്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പ് കിട്ടും. സാധാരണ രീതിയിലുള്ള സ്റ്റോണിന് പോലെ അല്ലെങ്കിൽ ക്ലാഡിങ് സ്റ്റോണിന് പോലെയല്ല. ഇതിന് ഗ്രിപ്പ് കിട്ടാനുള്ള കാരണം ഇതിൻ്റെ ഈ ഹോളുകളാണ്. നമ്മൾ പറയാറുണ്ട് ഹോള് കുറഞ്ഞത് എടുക്കണം, എന്നാലും ഇതിന് കുറച്ച് ഹോളും നല്ല ഗ്രിപ്പും കിട്ടുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര പെട്ടെന്നൊന്നും ഇളകിപ്പോരില്ല. അപ്പോൾ മറ്റേത് സ്റ്റോൺ ഉപയോഗിക്കുന്ന ഒന്നും കൂടെ ഗ്രിപ്പ് കിട്ടുന്നത് ഈ സ്റ്റോണാണ്. അതുകൊണ്ട് ഇങ്ങനെ വരില്ല. പലരും ഇങ്ങനെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, വലിയ ഏരിയയിലൊക്കെ ഇതുപോലുള്ള ഏരിയയിലൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു കല്ല് ഇളകിപ്പോയാൽ തന്നെ ആകെ ബോറായി പോകുമല്ലോ. ആ ഒരു പ്രശ്നം നേരിടുന്ന ആളുകളാണ് അത് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ലാട്രിക്കേറ്റിൻ്റെ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. നമ്മൾ ഈ ഭാഗത്ത് ഒരു ഗാർഡൻ പിടിപ്പിച്ചിരുന്നല്ലോ. ഈ ഗാർഡനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ചെടി കലാത്തിയൻ്റെ ഈ ഒരു വേരിയൻറ്റ് അധികം വളരില്ല. അതുകൊണ്ട് ഇവിടെ കാട് പിടിച്ച് പോകുമെന്നുള്ള ഒരു പേടി 1-2 ആൾക്കാർ പറഞ്ഞിരുന്നു. പിന്നെയുള്ള ഒരു പ്രോബ്ലം, നമ്മളിതിൽ വേറെയും കുറച്ച് പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മാറ്റും കേട്ടോ ഇവിടുന്ന്. എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കാട് പിടിക്കുക എന്നുള്ള ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ്. നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ അത്ര വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു, പക്ഷേ ഇതൊരു പ്രശ്നമാണ്. മെയിൻ ഡോർ നമ്മൾ തേക്ക് വുഡിലാണ് ചെയ്തിരുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഇതിൻ്റെ ഹിഞ്ചസ് നമ്മൾ ഫ്ലോർ സ്പ്രിങ്ങിലാണല്ലോ കൊടുത്തിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തൂങ്ങും, അത് ഡാമേജ് ആകും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഇത് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് വാങ്ങാം.
75 കിലോയുടെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഡോറ് എങ്ങനെയായാലും 50-ന് താഴെ വെയിറ്റ് വരുള്ളൂ. അപ്പോൾ മാക്സിമം സ്ട്രെങ്ത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളെ വീടിൻ്റെ ഹോം ടൂറിൽ ഈ ഊഞ്ഞാലില്ലായിരുന്നു തോന്നുന്നു. ഊഞ്ഞാൽ പിന്നെ നമ്മൾ ഹൗസ് വാമിന് ശേഷം ഫിക്സ് ചെയ്തതാണ്. ഏകദേശം 10,000 to 12,000 പ്രൈസ് വരുന്നുണ്ട്. ചെറിയ സൈസാട്ടോ. ഈ ഒരു ഏരിയ ഫില്ല് ചെയ്തതാണ്. വീട്ടിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വീടിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയേണ്ടതും ഈ വീടിന് ഏകദേശം എത്ര കോസ്റ്റായി എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീടിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രാമാന്തരീക്ഷം നോക്കിയിട്ടുള്ള ഒരു ഏരിയയിൽ 7 സെൻറ്റ് ഭൂമി വാങ്ങിയതായിരുന്നു. 2019 ഈ ഒരു വീടിൻ്റെ വർക്ക് നടക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ തറയുടെ വർക്ക് കഴിഞ്ഞു. ഏകദേശം 2 ലക്ഷം രൂപക്കുള്ളിൽ നമുക്ക് ബെൽറ്റ് ഉൾപ്പെടെയാണ് ചാർജ് ആയിട്ടുള്ളത്. 1300 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 2014 ആകുമ്പോഴാണ് വർക്ക് തീരുന്നത്. പലതിൻ്റെയും പ്രൈസിൻ്റെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 1-ാം നില ആകുമ്പോൾ 6 ലക്ഷം രൂപ നമുക്ക് കോസ്റ്റ് വന്നു. 2-ാം നിലയിലേക്ക് വരികയാണ്. നമ്മൾ ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ബുക്കിൽ. അതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടുമുണ്ട്. സെക്കൻഡ് ഫ്ലോറിലേക്കായി ഒരു 3.5-4 ലക്ഷം രൂപ അഡീഷണൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എനിക്ക് തോന്നുന്നു 12 ലക്ഷം രൂപയെ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിർമ്മിക്കാൻ. ആ ഒരു സമയത്ത് ഏകദേശം ഒരു 2 വർഷം മുൻപായിരിക്കും സ്ട്രക്ചർ ഏകദേശം ബിൽഡായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും അതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുറേ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ കമ്പനികളായിട്ട് നമ്മൾ അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ്, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ഒരുപാട് ബ്രാൻഡുകളുടെ ഒരു വീഡിയോകൾ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ പല ഷോപ്പുകാരും നമുക്ക് അതിൻ്റെതായ ഡിസ്കൗണ്ട് തന്നിട്ടുമുണ്ട്. എന്നാലും നമ്മൾ പറയുന്നത് ഓരോ ഏരിയയിൽ നമുക്ക് വന്ന കോസ്റ്റുകളാണ്. ഞാൻ ചിലത് ഇതിൽ തേപ്പ് പ്ലാസ്റ്ററിങ് ഔട്ട്സൈഡാണ് ഇതിൻ്റെ പ്ലാസ്റ്ററിങ് വന്നിട്ടുള്ളത്. കാരണം ഇൻസൈഡ് നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് ആണല്ലോ ചെയ്തിട്ടുള്ളത്. പുറത്തുള്ള പ്ലാസ്റ്ററിങ്ങിൻ്റെ കൂലി എന്ന് വെച്ചാൽ നമുക്ക് 1,10,000 രൂപ ആണ് പ്രവേശിൻ്റെ ടീമിന് നമുക്ക് ചാർജ് ആയിട്ടുള്ളത്. അതിൽ വരുന്ന സിമെൻറ്റ്, മണൽ ഇതൊക്കെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അത് ഓരോ കാലത്തിനനുസരിച്ച് വേരിയേഷൻ വരുന്നതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ലേബർ ഇനത്തിൽ വന്ന ചാർജാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻറ്റീരിയറിൽ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം 221 പാക്ക് ജിപ്സം വന്നിട്ടുണ്ട്. അതിൽ ഒരു 77,000 രൂപയോളം നമുക്ക് ചാർജ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലേബറിലാണെങ്കിൽ നമുക്ക് ഒരു 1 ലക്ഷത്തിനുള്ളിലാണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മൊത്തം കോസ്റ്റിൽ നല്ലൊരു ഡിസ്കൗണ്ട് അവർ നമുക്ക് തന്നിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിനാണെങ്കിൽ നമുക്ക് ഏകദേശം 1,25,000 അതിൻ്റെ ലേബർ വന്നിട്ടുണ്ട്. അപ്പോൾ ടൈല് വാങ്ങിയതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ടൈൽ എടുത്തിട്ടുള്ളത്, പല ബ്രാൻഡുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് മൊത്തം ഒരു 2 ലക്ഷത്തോളം നമുക്ക് ടൈലിന് വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് ആൻഡ് പ്ലംബിങ് നമ്മൾ ഉപയോഗിച്ച ഇലക്ട്രിക്കലിന് സ്വിച്ചസ് എല്ലാം സ്നൈഡറിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലംബിങ് ആണെങ്കിൽ നമ്മൾ വ്യത്യസ്ത മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, വ്യത്യസ്ത ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ആസ്ട്രാൾ ഉപയോഗിച്ചിട്ടുണ്ട്, സ്റ്റാർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മെറ്റീരിയലിൻ്റെ കോസ്റ്റാണ് വ്യത്യസ്തമായതുകൊണ്ട് ഞാൻ കറക്റ്റ് നോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ലേബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലിന് നമുക്ക് ഏകദേശം 70,000 രൂപ ലേബറായിട്ടേ ഉള്ളൂ. നമ്മൾ ഷിയാബാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ 60,000 രൂപ പ്ലംബിങ്ങിനും ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ്. പിന്നെ ഡോറുകളുടെ പല ടൈപ്പ് ഡോറുകൾ വന്നു. നമ്മൾ മെയിനായിട്ട് മെയിൻ ഡോർ, മുന്നിൽ വന്ന മെയിൻ ഡോറിനാണല്ലോ കോസ്റ്റ് കണക്കാക്കുക. അതിലെ വുഡ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലുണ്ടായിരുന്ന തേക്കിൽ നിന്നുള്ള ഒരു വുഡ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കോസ്റ്റ് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. കാരണം ആ തേക്ക് നമ്മൾ തന്നെയാണ് മുറിപ്പിച്ചത്, ഈർന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അതൊന്നും കറക്റ്റ് ഒരു കാൽക്കുലേഷൻ ഇല്ല അതിനകത്ത്. പിന്നെ അതിനകത്ത് വന്ന ലേബർ കോസ്റ്റ് അതൊരു ഡോറാക്കി മാറ്റുന്നതിന് നല്ലൊരു സപ്പോർട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. നമ്മൾ മണിയാശാരിയും കൂടി കോർഡിനേറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 10,000 രൂപയോളക്കുള്ളിൽ അദ്ദേഹത്തിന് ചാർജ് അന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ പോളിഷ് വർക്ക്, അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കൂടെ ഒരു 18 രൂപക്കുള്ളിൽ മെയിൻ ഡോറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഒരു 5,000 റുപ്പീസ് അതിൻ്റെ ഹിഞ്ചസിന് വരുന്നുണ്ട്. അത് അഡീഷണൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ സ്റ്റെയറിൻ്റെ റേറ്റ് എത്രയാണെന്ന് പലരും ചോദിച്ചിരുന്നു. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം റഫീഖ് ഭായിൻ്റെ ടീമാണ് അത് ചെയ്തിരുന്നത്. അതിൽ കൊടുത്തിരുന്ന വുഡെല്ലാം നമ്മളെ തേക്ക് വുഡിൽ നിന്ന് കൊടുത്തതാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അതിൻ്റെ ബേസിക് കാര്യങ്ങൾ അതാണ്. മെറ്റൽ സ്ട്രക്ചറിലെ വർക്ക് നടന്നിരുന്നു. പിന്നെയാണ് വുഡൻ വർക്കും പെയിൻറ്റിങ്ങും നടന്നിട്ടുള്ളത്. ഇൻറ്റീരിയർ വർക്കിൻ്റെ പ്രധാനമായിട്ടുള്ള ചോദ്യം, ഇൻറ്റീരിയർ വർക്കിന് എത്ര രൂപ ചിലവായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണല്ലോ. നമുക്കറിയാം, നിങ്ങൾക്കറിയാം, നമ്മുടെ ടീം തന്നെയാണ് അവിടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തതെങ്കിലും 1 ലക്ഷം രൂപയോളം അവിടെ കോസ്റ്റ് ലേബർ ഇനത്തിൽ വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ 1,15,000 രൂപ മെറ്റീരിയൽ ഇനത്തിലും വന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ നമുക്ക് ഡെമാക്കിൻ്റെ WPC റേറ്റ് വന്നിട്ടുണ്ട് 1,60,000 രൂപ. നമ്മൾ ഒരുപാട് ഷീറ്റുകൾ ഇവിടെ ഡെമാക്കിൻ്റെ യൂസ് ചെയ്തു WPCയിലാണ് ഒട്ടുമിക്ക വർക്കുകളും ചെയ്തിട്ടുള്ളത്. അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഇൻറ്റീരിയർ അത്ര വലിയ ഇൻറ്റീരിയർ ഒന്നല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പലരും റെഫർ ചെയ്യുന്നുണ്ട്, നമ്മളെ മുന്നത്തെ വീഡിയോ കണ്ടാൽ ഒരുപാട് ഐഡിയാസ് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇതാണ് ഇതിലെ മെയിൻ കോസ്റ്റുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫർണിച്ചറുകൾ വരുന്നുണ്ട്, സോഫകൾ വരുന്നുണ്ട്, കാർപ്പറ്റ്സ്, ബെഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ വളരെ കോസ്റ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ബഡ്ജറ്റ് നമുക്ക് കിട്ടും. ഈ വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയെന്ന് ചോദിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ കോസ്റ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഒന്ന് ഡിസൈനർ എന്നുള്ളവർക്കും അതിൻ്റെ ഒരു എൻജിനീയർ അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ടർ ഇതെല്ലാം ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചാർജ് അവിടെ കിടക്കുന്നുണ്ട്. ഞാനത് ഇതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം അത് ആഡ് ചെയ്യാൻ കഴിയില്ല, അൺവാല്യുബിൾ ആണ് എന്ന് തന്നെയാണ് പറയണം. കാരണം അത്രയ്ക്ക് ഹാർഡ് വർക്ക് ഇതിൻ്റെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാദർ ഒരുപാട് ഡെയിലി വന്നിട്ട് ഇവിടെ ഒരുപാട് വർക്കുകൾ എടുക്കാറുണ്ട്. എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളുണ്ട്. പിന്നെ വൈഫിൻ്റെ അതുപോലെ ഫാമിലിയുടെ എല്ലാവരുടെയും ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ബഡ്ജറ്റ് പറയുമ്പോൾ ഇതിനൊന്നും വാല്യൂ ചെയ്യാൻ നമുക്ക് കഴിയില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ആകെ വരുന്നത് നമുക്കൊരു 50 ലക്ഷത്തിനടുത്ത് ചാർജ് ടോട്ടൽ ബഡ്ജറ്റ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അതിനെല്ലാം നിങ്ങൾ 5 ലക്ഷമാണോ 10 ലക്ഷമാണോ എത്രയാണ് ചാർജ് ചെയ്യുന്നത് എനിക്കറിയില്ല. അതാണ് നമ്മുടെ വീടിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ നിങ്ങളെ വീട്ടിലും വീടുണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എല്ലാം നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ബഡ്ജറ്റ് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലുമൊക്കെ വിട്ടും പോയിട്ടുണ്ടാവും, പലരെയും പറയാനും മറന്നിട്ടുണ്ടാവും. ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ഈ വീട് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഒരുപാട് കമ്പനികൾ, ഒരുപാട് പ്രൊഡക്റ്റുകൾ അവരൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു സമയത്ത് കൂടി ഓർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീടും അടിപൊളിയാകട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.